ജീവിതകാലം മുഴുവൻ അവഗണന കിട്ടിയവൻ ജീവിതം മാറ്റിവെച്ചതാകട്ടെ വിശുദ്ധമായ പരിഗണനയുടെ ജീവിതമാകാൻ. മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളിലൊന്നാണ് പരിഗണിക്കുവാനുള്ള കഴിവ്. ഒരൽപ്പം പരിഗണന ജീവിത വഴികളിൽ കാണിച്ചിരുന്നുവെങ്കിൽ സത്യമായും ഈ ഭൂമി ദൈവനഗരമാകുമായിരുന്നു. ഈശോയുടെ ജീവിതം മുഴുവൻ പരിഗണനയുടെ ജീവിതമായിരുന്നു. കാലിത്തൊഴുത്തിലെ ജനനവും കാൽവരിയിലെ കുരിശുമരണവും പരിഗണനയുടെ ശ്രേഷ്ഠ പാഠങ്ങളാണ്. കളയും വിളയും ഒന്നിച്ചു വളരാൻ അനുവദിക്കുന്ന ഈശോ ഭാവത്തിൽ നിഴലിക്കുന്നതും ഈ പരിഗണന തന്നെ. മറ്റുള്ളവരെ പരിഗണിക്കുക വഴി നാം അവരുടെ മൂല്യം വാനോളം ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അപരൻ ബഹുമാനിക്കപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന ബോധ്യമുണ്ടായാലേ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് വലിയൊരു സുഹൃതമാവുകയുള്ളൂ. നോമ്പുകാലം വിശുദ്ധമായ പരിഗണനയുടെ സമയമാണ്. നമ്മുടെ പരിഗണനകൾ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് സമ്മാനിക്കാം. നീ നിന്നെയും നിന്റെ സഹോദരനെയും പ്രകൃതിയെയും പരിഗണിക്കുമ്പോഴും അവഗണന മറന്ന് മുന്നേറുമ്പോഴും ഈ പൂമുഖം സ്വർഗത്തോളം ധന്യമാകുകയാണ് ചെയ്യുന്നത്. പരിഗണനയുടെ നല്ലൊരു നോമ്പുകാലം ഉണ്ടാവട്ടെ.